വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് ആക്ച്വലി ഞാൻ വർക്കിംഗ് ആണ്. എണീറ്റിട്ട് കുറച്ചു നേരമായി. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. വർക്കിന് 10 മണിയാകുമ്പോൾ കയറണം. അപ്പം അതുകൊണ്ടൊന്ന് കുളിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അതൊന്ന് ചെയ്ത് എല്ലാം റെഡിയാകാം. ഓക്കെ, ബൈ. ഹലോ, ഞാൻ ആക്ച്വലി കുളിക്കാൻ പോവാണ് എണ്ണയൊക്കെ വെച്ച്. അപ്പോഴമ്മ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാ. അമ്മയുടെ ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ബീഫ് ഫ്രൈ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിന്റെ ഒരു തുടക്കം ആയതേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ രാവിലെ. ഞങ്ങൾ രാവിലെ നേരത്തെ എണീക്കും അല്ലേ? അപ്പം ഇപ്പൊ ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോ നമുക്ക് ബീഫിന്റെ തുടക്ക ഭാഗം കണ്ടിട്ട് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് കാണിക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫ്. അതിന് കുറച്ച് മഞ്ഞപ്പൊടി നോക്കിയിടാം. ഇപ്പൊ നമ്മള് കുറച്ച് ആവശ്യത്തിനുള്ളതല്ല, ഇത് പെരട്ടാനുള്ള മുളക് പൊടി അല്ലേ, വേവിക്കാൻ നേരത്തെ ഇടാവുന്ന മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ. ഇതിവിടെ ഇട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി പെരട്ടി വെക്കുക. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ വെച്ച് വേവിക്കാൻ പോവാ. നീ കുളിക്കാൻ പോക്കോ കേട്ടോ. ഞാൻ വേവിച്ച് വെക്കാവേ. ഇത് നന്നായിട്ട് ഇങ്ങനെ പെരട്ടണം. ഇതിനൊരു 3-4 വിസിലടിച്ച് നന്നായിട്ട് വേണം. വെള്ളമൊന്നും ചേർക്കുകയല്ല. കണ്ടോ, പിഴിഞ്ഞാ വെച്ചേക്കുന്നത്. അപ്പോ ബീഫ് വേകുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ, നമുക്ക് ഉച്ചിട്ട് വരട്ടെ. ഇവിടെ നിക്കാവോ? അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബേസിക് സ്കിൻ കെയർ ചെയ്യാം. മോയ്സ്ചറൈസർ ഇടാം, ലിപ് ബാം ഇടാം. ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ടല്ലേ അടുക്കളയില്. വേണോ? കൊറേ ഇട്ടില്ല. പിശണോ? ഇതാണ് പിശണ്ട. ഞാൻ പിശു കേട്ടോ. അതും പിശണോ? അതും പിശാലോ. നമുക്ക് ഇപ്പോ ചെറിയൊരു പണി രാവിലെ കിട്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പം ഇങ്ങനെ നിവർത്തി വെക്കുന്ന കൊതുവലയാ. അപ്പൊ അതിന്റെ നമ്മള് കേറുന്ന സൈഡിലെ സിബ് പോയി. എന്ത് ചെയ്തു? ഇന്നലെ ഒരു സിബ് പോയി, ഇന്ന് 2ാമത്തെ സിബ് പോയി. പക്ഷെ അത് അടഞ്ഞു തന്നെ ഇരിക്കുക. നമ്മളത് പൊക്കിയിട്ടൊക്കെ ഇറങ്ങി വന്നേ. ഇനിയിപ്പം ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻട്രൻസ് കൂടി ഉണ്ട്. അപ്പൊ അത് തിരിച്ചിങ്ങനെ ഈ സൈഡിലോട്ട് വെക്കണം. അപ്പൊ അതൊരു ചെറിയ പണി കിട്ടിയിട്ടിരിക്കുക രാവിലെ. ഇപ്പൊ ഏകദേശം ഒരു തീർന്നു. ഇനിയിപ്പൊ ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ട് സമയം. ഏകദേശം ഒരു 7:45 ആയിട്ടുണ്ട് സമയം. ഇനിയിപ്പോ ഇത് തിരിച്ചു വെച്ചിട്ട് ബീഫിന്റെ കാര്യം ബാക്കി എന്തായി നോക്കാം. അമ്മയുടെ കയ്യില് ചെറുതായിട്ടൊരു മുറിവ് വന്നിട്ടുള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ അരിയാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമ്മളാണ് അരിയൽ പണികളൊക്കെ. പിന്നെ ഇന്ന് ഒരു അറബിക് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം. ബീഫ് ഫ്രൈ ഇപ്പൊ കാണിച്ചു തരാം. എടാ ലൈറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നെ കാണാമോ? ഇവിടെ ലൈറ്റ് ഇവിടുന്നാണ്, അപ്പം കുറച്ച് ഇട്ട് കാണും. ഇപ്പൊ ഇവന്റെ ഡ്രസ്സൊക്കെ, ഇവനെ ഒന്ന് മേല് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റാണ്. ഇപ്പൊ ഞാൻ അവനെ ക്ലോത്ത് ഡയപ്പർ ഇടിക്കുന്നു. പൊങ്ങി കാണിച്ച് കണ്ടോ, ക്ലോത്ത് ഡയപ്പർ ഇടിക്കുന്നേ. നമ്മൾ പതുക്കെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്ലോത്ത് ഡയപ്പറിലേക്ക് മാറ്റി. മറ്റേ ഡയപ്പർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പൊ അത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇനിയിപ്പം നമുക്ക് നമ്മുടെ കൊതുവല പതുക്കെ റെഡിയാക്കാം. ബീഫിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് കുറച്ച് സവോള അരിയണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. സവോള വേണോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. ഇപ്പൊ നമ്മുടെ അറബിക് റൈസിനാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനത്തെ എല്ലാ സാധനവും വേണം. അപ്പൊ ഞാൻ നോക്കുന്നത് കുറച്ച് സവോള ആദ്യം അരിഞ്ഞിട്ട്
ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം ബീഫ് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് അറബിക് റൈസ് പടേന്നാവും, വലിയ പണിയൊന്നുമില്ല, അത് പെട്ടെന്നാവുന്ന ഒരു ഡിഷാണ്. അപ്പം ആദ്യം നമുക്ക് വേഗം നോക്കാം. അപ്പൊ ആദ്യം കുറച്ച് സവോള അരിയാം. പൊന്നും കാണിച്ചു, ഇവിടെ കാണിച്ചു, ഇങ്ങനെ കാണാൻ മേല, ഇങ്ങോട്ട് നീങ്ങി നിൽക്കും. ഇപ്പൊ കാണാം, ഉണ്ടോ സവോള? അതെ അതെ, അവിടെ ഇരിക്കെ, ഇവിടെ ഇരുന്നു, അമ്മ തരാം. ഇവിടെ ഇതിപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ ഹെൽപ്പറാണ്, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഹെൽപ്പ് ചെയ്ത് എന്താവും അറിയത്തില്ല അല്ലേ? അപ്പൊ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ഇന്ന് ഇഡലിയും പിന്നെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്, അതും കൂടെ കഴിക്കാൻ പോകുന്നേ. എന്നാ ആക്ച്വലി ഞാൻ അങ്ങനെ പ്രത്യേക ഡയറ്റിലൊന്നും അല്ല, പക്ഷെ ഫുഡ് കുറച്ച് കഴിക്കാം. അപ്പം നമ്മള് 2 ഇഡലി ആണോ? എന്നാ എരിവിന് ആദ്യം തിന്നണം, എന്നിട്ട് എരിവ്. ബീഫ് എല്ലാം റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് അരി എടുത്ത്, ഇതൊരു 1 ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് അരി നമുക്കൊന്ന് കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാം. കുറച്ച് നേരം, ഒരു 10-20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ബീഫിന്റെ ബാക്കി കാണാം. പറഞ്ഞു. 1 കിലോ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ വേവിക്കാൻ വെച്ചിട്ടില്ലേ, അത് ഇപ്പൊ വെന്തിട്ടുണ്ട്, കണ്ടോ? അത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് അടുത്ത പരിപാടി നോക്കാവേ. ഇനിയിപ്പോ നമുക്ക് ബാക്കി നോക്കാം. ഇതിപ്പം നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കുന്നേ? അതെ, വെളിച്ചെണ്ണയിലാണ്. ബീഫ് ഫ്രൈ മാറ്റി റോസ്റ്റ് ആക്കി അല്ലേ? ഫ്രൈ റോസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ കുഴഞ്ഞു വെക്കുന്നത്, അതാണ്. എണ്ണ കുറച്ച് മതിയല്ലോ. അത് മാത്രമല്ല, അതാണ് ഇഷ്ടം എന്നുള്ള ഒരു അഭിപ്രായം വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയേക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഉണ്ടാക്കാവേ, ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് അതെന്താ, അത് ഞാൻ മറന്നുപോയായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചി കൂടെ റെഡിയാക്കി വെക്കാൻ മറന്നുപോയി. അതൊന്ന് റെഡിയാക്കി ഇത് കണ്ടോ. ഇനി നമ്മൾ സവോള ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ വഴക്കാനിടും. അത് അരച്ചെടുക്കുകയില്ല, നന്നായിട്ടൊരു ചതച്ചു ദേ കണ്ടോ. അത് ഒരു വലിയ സ്പൂൺ വെളുത്തുള്ളി, ഒരു വലിയ സ്പൂൺ ഇഞ്ചി അരച്ചത് വേണം. അത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് അരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലേ അതിനൊരു ടേസ്റ്റ്. നമ്മളിതിടുക. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 5 സവോള അരിഞ്ഞ് വെച്ചത്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതായിരുന്നു. ബീഫിനൊക്കെ അല്പം വെളിച്ചെണ്ണ ചേർത്ത് തന്നെ ഉണ്ടാക്കിയാലും ശരിയാവും. റോസ്റ്റ് ആണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വെക്കുന്നത്. റോസ്റ്റ് അല്ലല്ലോ വെക്കുന്നത്, ഫ്രൈ അല്ല, ഫ്രൈ അല്ലല്ലോ വെക്കുന്നത്. പിന്നെ ഞാൻ റോസ്റ്റ് ഫ്രൈ എന്ന് പറയുക അല്ലേ, തിരിച്ചാ പറയുന്നത് അല്ലേ. ഇതിപ്പോ ഏകദേശം ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളർ. ഫ്രൈ ആക്കണ്ട, ചെറുണ്ടോ ഇത്രയാക്കിയാൽ മതി, റോസ്റ്റിനായോണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഒരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും 4 പച്ചമുളക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തേങ്ങാക്കൊത്തി
എല്ലാം കൂടി ഞാനൊന്ന് ഈ തക്കാളി ഒന്ന് വെള്ളം കണ്ടോ, തക്കാളി വഴറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആവണം തക്കാളി, നല്ലത് ഒന്ന് ഉടയണം. ഇങ്ങനെ ഉടയണം കണ്ടോ. എണ്ണ തെളിയൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് ഉടയണം. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആവശ്യമുള്ള പൊടികൾ ചേർക്കാൻ പോകും. മുളക് പൊടി കണ്ടോ, ഒരു സ്പൂണ് മുളക് പൊടി വേണം നല്ലവണ്ണം. വേറെ ഇറച്ചി മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. ബീഫിന്റെ മസാല ഉണ്ടല്ലോ അത് ചേർക്കുന്നില്ല, അതിന് പകരം ഫ്രഷ്. നമ്മുടെ വേറെ ഒരാളും കൂടെ ഒന്ന് പറയുന്നു. നേരത്തെ ഇച്ചിരി മുളക് അതിന് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കാരണം ഒരു സ്പൂൺ അല്ല അതിൽ കൂടുതൽ വേണം. ഇപ്പൊ ഒരു സ്പൂൺ നല്ലോണം, ഒരു സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റട്ടെ. വഴറ്റി നല്ല ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചി ഉണ്ടല്ലോ, ഇറച്ചി കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇടാൻ പോവാം. കൈക്കൊരപ്പ ഇതായി അതുകൊണ്ട് പിടിക്കുന്നു, പിടുത്തപ്പുറമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. പക്ഷെ എനിക്കിഷ്ടം എന്നാ പറയുക, ഞാനിത് തിരിച്ച് കുക്കറിലേക്ക് ഇടും. കുക്കറിലേക്ക് ഇട്ടാൽ ഒറ്റ വിസിലെടുക്കും. അപ്പൊ ഇതെല്ലാം ഈ ഉള്ളിയെല്ലാം കൂടെ ചേർന്നിട്ട് കുഴഞ്ഞു വരും. അതിട്ടു. ഗരം മസാലയാണ്, മറ്റേ മസാല ഒന്നുമില്ല. ഗരം മസാല പൊടിച്ചത് ഒരു സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇളകി അടച്ചു വെച്ചിട്ട് തന്നെ കുക്കറിൽ ഒരു വിസിൽ വരുത്തിക്കും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അറബിക് റൈസിന്റെ കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടത് നമുക്ക് കുറച്ച് മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം വേണ്ടത് ഏലക്ക, പിന്നെ പട്ട, ജീരകം, കുരുമുളക്. ഇത്ര സാധനം ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അതിന് ഒരു കുറച്ച് എല്ലാം ഏകദേശം ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. പട്ട, ഗ്രാമ്പു വേണ്ട, പട്ട, ഏലക്ക, കുരുമുളക്, പിന്നെ നമുക്ക് 2 പൊടികൾ വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ്. വേറൊന്നും നമ്മൾ ഇതിനകത്ത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പൈസ് ലെവൽ എത്രയാണോ അത്ര സ്പൈസ് ലെവൽ അനുസരിച്ച് എരിവിന് വേണ്ടിയിട്ട് ചേർക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റൈസാണിത്. എന്ന് വെച്ചാൽ അധികം പാടൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ഈ മസാലകൾ ആദ്യം ഒന്ന് പൊടിച്ചു വെക്കാം. അതിനിവിടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഒരു 1/4 ടീസ്പൂൺ, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വരുന്നത് പോലെ എന്തേലും പേര് ഏലക്ക. മസാല ഇടുന്ന ഇത് കുറച്ച് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും വലിയ പ്രശ്നമില്ല. ഇത് ഭയങ്കര ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു, എന്താ പറയാ, മൈൽഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു റൈസാണ്. നമ്മുടെ കേരള ബിരിയാണി ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് സംശയമാണ്. കേരള ബിരിയാണി പോലെ അങ്ങനെ എന്താ പറയാ ഒരുപാട് സ്പൈസോ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര ഫ്ലേവേഴ്സോ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു അറബിക് ഡിഷ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ഇത്ര ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പട്ട വേണം. ഏകദേശം ഒരേ അളവിൽ എടുത്താൽ മതി പട്ട. പട്ട ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. പട്ടയുടെ ഫ്ലേവർ നല്ല അടിപൊളിയായി റൈസിൽ വരുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്താലും നമുക്കിത് പൊട്ടിച്ചിടാം. പട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ജീരകമാണ്. ഇതിന് നല്ല ജീരകവും വേണം, അതുപോലെ തന്നെ പെരുംജീരകവും രണ്ടും വേണം. നമുക്ക് രണ്ടും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് രണ്ടും എടുക്കാം. രണ്ടും ഏകദേശം ഒരേ അളവ് മതി. ഇതൊക്കെ നമ്മൾ കറക്റ്റ് സ്പൂണിലൊന്നും എടുത്തിടണം എന്നില്ല. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറിപ്പോയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ റൈസിന്റെ ടേസ്റ്റ് ഒന്നും മാറത്തില്ല.
നമുക്ക് കുരുമുളകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പൊടി വരുന്നത് പോലെ കുരുമുളകും ഇടാം. ഒരു ലേശം മഞ്ഞപ്പൊടി അത് മതി. അതുപോലെ ഒരു നമ്മൾ ആ പൊടികൾ എടുത്തല്ലോ 1/4 സ്പൂൺ വെച്ച്, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോ ഈ പൊടികൾ ഇതിലേക്ക് ഇടണം എന്നില്ല, പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇടുന്നത്. അപ്പൊ പിന്നെ എല്ലാ പൊടിയും കൂടെ ഒരുമിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇതിലേക്ക് ഇട്ടെന്നേ ഉള്ളൂ. അരി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് പൊടിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ഊറ്റിയും കൂടെ വെക്കാം. നമ്മൾ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ച് വെക്കണം. അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മള് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം, 1 ടേബിൾ സ്പൂൺ തന്നെ വേണം എന്നില്ല, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് അരിയാണ് എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മതി. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ പേസ്റ്റ് ആയിട്ടും എടുക്കാം. ഞാനിപ്പോ ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ. കാരണം ഓൾറെഡി ആ ഒരു ജാറിലല്ലേ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഫ്ലേവർ മണം പോവും. അതുകൊണ്ട് നമ്മള് ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ എടുത്ത് വേവിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല വേവിക്കുന്നതുകൊണ്ട്. ഏകദേശം കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ ഇതിനൊക്കെ ഏകദേശം ഒരു അളവ്. അപ്പം ഇതിപ്പോ ഒരു ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ നമുക്കിവിടെ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പം കറി വെക്കാനും മാത്രം എന്താ പറയാ ഒരുപാട് ഇരിപ്പില്ല. കഴിഞ്ഞ ദിവസം മേടിച്ചതിന്റെ കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചാ. അപ്പം അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ റൈസ് ആക്കാം. നമ്മളിതിപ്പോ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് പച്ചമുളകും കൂടെ എടുത്തു വെച്ചാ പടേന്ന് നമ്മുടെ പരിപാടി കഴിയും. നമ്മൾ ഒരു സവാള, ഈ ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് ഒരു സവാള എടുത്തേക്കുന്നേ. ഇത് നമുക്കൊന്ന് അരിഞ്ഞും കൂടെ എടുക്കാം. നമുക്ക് അപ്പം സവാള ഒന്ന് അരിഞ്ഞു വെക്കാം. അതുപോലെ തന്നെ പച്ചമുളക് വേണം. ഒരു 3 പച്ചമുളകും കൂടി എടുത്തോണ്ട് വരാം. ഇപ്പൊ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് വേണം. ക്യാരറ്റ് ആസ് പെർ ടേസ്റ്റ് യൂസ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ ക്യാരറ്റ് ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു ചെറിയ ക്യാരറ്റും കൂടി എടുക്കാം. ഇത് ഇത്രയുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. കണ്ടോ, ഇത് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ. ഇതിപ്പോ ഫുൾ എടുക്കുന്നില്ല, കാരണം കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്താൽ മതിയാവും. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാം നമുക്ക്. അപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ നേരം കൊണ്ട്. കണ്ടോ, ഇപ്പൊ നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പൊ എന്നെ ഇടുന്നത് ഇനി കുരുമുളക് പൊടി ഇടും, ഇലകളും ഇടും. ഉണ്ടോ, കുരുമുളക് പൊടി ഞാൻ ചെറിയ തീ വെച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ ചെറിയൊരു തീ ഇതല്ല കുഴഞ്ഞിങ്ങനെ ഇതാ റോസ്റ്റ് പറ്റും. കണ്ടോ, ഇനി ഇതിന്റെ അകത്തേക്ക് അത്യാവശ്യത്തിനുള്ള കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഇടാം അല്ലേ? ഞാനിപ്പോ ഒരു സ്പൂൺ ഇട്ട ആവശ്യത്തിനുള്ള എരിവ് കാണും. അതിട്ട് ഇളക്കിയിട്ട് എരിവ് പോരെന്നുള്ളവർക്ക് ആവശ്യം അനുസരിച്ച് ഇടാം. കരിവേപ്പിലെ മല്ലിയില എടുത്തിട്ട് അതും കൂടെ കരിവേപ്പില എടുത്ത് ഇങ്ങനെ ധാരാളം ഞാൻ റോസ്റ്റിന്. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാല് ബീഫ് റെഡിയായി. നമുക്ക് റൈസിന്റെ കാര്യം നോക്കാം. ബീഫ് റോസ്റ്റ് അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ജസ്റ്റ് കുക്കിംഗ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കുക്കർ എടുക്കാം. നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാന് നോക്കട്ടെ ഓയിലാണോ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം. നെയ്യ് എടുക്കാൻ പോവാണ്. നെയ്യ് ഇപ്പം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇടാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കൊക്കെ ഇടാം. ഗ്രാമ്പൂ, ഏലക്ക നമ്മള് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് ജസ്റ്റ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടാം.
ഇത് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടാം. ഒരു ലേശം ഉപ്പിടാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പണിയുണ്ടല്ലോ. ഇത് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം ആകുന്ന റൈസാണ്. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇടാം. ഞാൻ ഒരു പച്ചക്കുത്തല് പോകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. നമ്മളിപ്പോ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടിയിടാം, നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്നത്. നമുക്ക് തുറക്കാം. ഇവിടെ ഒരാള് വേറൊരു കുക്കിംഗ് ബ്ലോഗ് എടുത്തോണ്ടിരിപ്പുണ്ട്, അതിന്റെ ഒച്ച കേൾക്കുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂട്ടാൻ മതി ഈ മസാല കേട്ടോ. ഒരുപാട് അങ്ങോട്ട് എന്താ പറയാ, നല്ലൊരു സ്മെല്ലുണ്ട് ഇതിടുമ്പോ തന്നെ. ഇനിയിപ്പോ ജസ്റ്റ് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. പറഞ്ഞില്ലേ, കുറച്ച് ചിക്കൻ ബാക്കി ഇരുന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാടില്ല. അതാ ഞാൻ 1 ഗ്ലാസ് അരി ഇട്ടത്. നമുക്ക് കുറച്ച് പീസുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയുടെ മണം അല്ലേ? നല്ല കാര്യമുണ്ടോ? അടുക്കള നിന്നിട്ടല്ലേ? ഇത്രേ ഇടുന്നുള്ളൂ നമ്മള്. ജസ്റ്റ് 1 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും മതി. ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ചിക്കൻ വേവിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിക്കണ്ട. ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 5 to 6 വിസിൽ അടുപ്പിക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മള് കുക്കർ വിസിൽ അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നെറ്റ് പോയി ശരിയാക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ നെറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ സിബില്ല. അപ്പൊ ഞാൻ രാവിലെ ഇത് ജസ്റ്റ് ഒരു സൂചി നൂലിട്ട് തയ്ച്ചു വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കിയിട്ടാണ്, കാരണം ഇതിങ്ങനെ പൊക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അകത്തെ ഒന്നും ഇന്ന് മടക്കിയൊന്നും വെച്ചില്ല, തുണിയൊന്നും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പതുക്കെ എടുക്കാം. ഇത് നമുക്ക് പതുക്കെ പൊക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന്, അവിടെ കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല്, ഓൾറെഡി ഒരു നെറ്റ് ഇവൻ ഉണ്ടാകുമ്പോ ഉണ്ടായിരുന്നു. അത് അറിയാലോ, ചെറിയ തവണ വരുമ്പോ ഇത് കയറ്റി 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 അവസാനം അവന്റെ കൈയും കാലും ഒക്കെ അതിന്റെ വെളി വരാറായപ്പോ അത് മാറ്റിയിട്ട് ഈ നെറ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലോക്ക്ഡൌണിന് തൊട്ട് അല്ല, ലോക്ക്ഡൌൺ ടൈമിലാണ് വാങ്ങിച്ചത്. ഈ സെക്കൻഡ് ലോക്ക്ഡൌൺ ടൈമില് വാങ്ങിച്ചതാ. പക്ഷെ ഇതെന്താന്ന് വെച്ചാല്, ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട്. ആ സ്റ്റിച്ച് വിട്ടുപോയിട്ട് സിബ് ഊരി പോന്നതാ. മതി. ആരെണ്ണ അടിച്ചോ? ഓഫ് ചെയ്തേക്ക്. അപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ 6 വിസിൽ അടിച്ചു. അപ്പൊ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം. ഇപ്പൊ സമയം ഏകദേശം 8:45 ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക്
9 മണി ആകാറായി സത്യം പറഞ്ഞ. ഇനിയിപ്പോ അത് ഫുഡൊക്കെ കഴിച്ചല്ലോ. ഇനിയിപ്പോ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് പതുക്കെ വർക്കിലേക്ക് കയറാനുള്ള ടൈം ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്താണ് ഫ്രീ ആവുള്ളൂ. അപ്പോ ഇതിപ്പോ ചെയ്തു വെച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇന്ന് 7 മണി വരെ വർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഇതിന് ടൈം കിട്ടത്തില്ല ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇതിപ്പോ മാറ്റിയേക്കാം, എന്നിട്ട് റെഡിയാക്കാം. ഈ നെറ്റാവുമ്പോൾ ഒരു പ്രശ്നം അതാണ്, നമുക്ക് ഇതൊന്ന് എടുക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. പക്ഷെ ഭയങ്കര കൺവീനിയന്റ് ആണ്. നമ്മളെ പോലുള്ള ഇവിടേക്ക് ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, ആണി അടിക്കാനൊന്നും സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആണിത്. അതാണ് ഒരു കാര്യം. അപ്പൊ നമ്മള് കിടക്ക കണ്ടോ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പോയി നമ്മുടെ ചിക്കന്റെ കാര്യം നോക്കാം. തുറന്നതാ, ഇതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. ഞാനിവിടെ കഥ കടച്ച് കുറ്റിയിട്ട് അപ്പ അവൻ വന്ന് കുറ്റിയിടും. തുറന്നതായേ. ആരാടാ അമ്മ പൂട്ടിയിട്ടെ? ഇപ്പം നമ്മുടെ ചിക്കന്റെ എയർ പോയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തുറക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മള് അരി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എടുത്ത അതേ ഗ്ലാസ്സിൽ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ഇത് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ലതാണോ? ഒരു 1/4 നാരങ്ങയും കൂടെ ഇടാം. ഒരു ഫ്ലെയിം വരുമ്പോ ഇതൊന്ന് ഓഫ് ചെയ്തു. അപ്പൊ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇപ്പൊ അത് കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം. എനിക്ക് വർക്കിന് കയറാൻ സമയമായിട്ടുണ്ട്. ഞാൻ പോട്ടെ. അപ്പൊ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇപ്പൊ ഞാൻ ആ റൈസ് തുറന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ റൈസ്. ഇങ്ങനെ ഇരിക്കും. നല്ല ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം 2 പ്രാവശ്യം വെന്തതല്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അമ്മ ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മള് റൈസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബീഫ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അത് എടുക്കാം. അല്ലെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിന്. ആക്ച്വലി കുറച്ചേ എടുക്കുന്നുള്ളൂ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം എനിക്ക് എത്ര അങ്ങോട്ട് ബീഫ് വലിയ താല്പര്യമുള്ള ആളല്ല. ബീഫ് എനിക്ക് അത്ര താല്പര്യമുള്ള ആളല്ല. എന്നാലും ജസ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്തല്ലോ, ഇതുണ്ടാക്കിയതല്ലേ, ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ. ഇപ്പൊ അച്ചാർ ഏതാ ഉള്ളത് നോക്കിയപ്പോ നമുക്കിവിടെ അമ്മൂമ്മ ഉണ്ടാക്കിയ വെളുത്തുള്ളി അച്ചാറുണ്ട്. അപ്പൊ നമുക്ക് അതും കുറച്ചെടുക്കാം. തുറക്കണമെങ്കിൽ അപ്പൊ അത് നമുക്ക് ഒരു കുറച്ചെടുത്ത്, ഓൾറെഡി ഇത് സ്പൂണുണ്ട്. ഈ വെളുത്തുള്ളി അച്ചാർ ഭയങ്കര യമ്മിയാണ്. ഇനി ഒരു ദിവസം ഞാൻ അമ്മൂമ്മ ഉണ്ടാക്കുമ്പം ഞാൻ പോയി കാണിച്ചു തരാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ വർക്കിംഗ് ആണ്, അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാം. ഇതിപ്പം നമുക്ക് ആദ്യം ബീഫിന്റെ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് കേട്ടോ.
ബീഫ് പിന്നെ ഒന്നും പറയാനില്ല, അമ്മ ഭയങ്കര എക്സ്പേർട്ടാണ് ബീഫ് ഉണ്ടാക്കാൻ, അടിപൊളിയാണ്. റൈസ് ആണെങ്കിലും നല്ല പാകത്തിനേ വെന്തിട്ടുള്ളൂ. നല്ല രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല രസമുണ്ട്. കഴിക്കട്ടെ കേട്ടോ, വർക്കിന് കയറണം, ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ഉച്ചയോട് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിന് കയറിയിട്ടുണ്ട്. എൻ്റെ വർക്ക് സ്പേസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. ഇപ്പൊ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ണാൻ പോയതൊരു 4 മണിയൊക്കെ ആയി. ഇപ്പൊ കണ്ടോ സമയം 4:21 4 മണിയൊക്കെ ആയി ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മിക്കവാറും ഡിന്നർ ഉണ്ടാവില്ല. അതും നല്ല ഹെവി ലഞ്ചായിരുന്നു. അപ്പോ കണ്ണാടിയൊക്കെ വെച്ച് വേറൊരു ലുക്കായില്ലേ. അപ്പൊ ഇനിയിപ്പോ 4:30 ആയില്ലേ, ഒരു 7 മണി വരെ വർക്ക് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മാമന്റെ അടുത്തിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് അവൻ അങ്ങനെ ലാപ്പൊന്നും വെച്ച് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ. അപ്പൊ ഞാൻ താഴെ വന്നിരുന്ന വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ ഞാൻ മുകളിലോട്ട് പോകും. ഇനിയിപ്പോ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അവൻ എൻ്റെ കൂടെ ആയിരിക്കും. ഞാൻ രാവിലെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണാൻ ചെല്ലുമ്പോൾ മിക്കവാറും അവൻ ഉറങ്ങുമായിരിക്കും ഉച്ചയ്ക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈം ടേബിള്. നോർമലി ഞങ്ങളുടെ ടൈം ടേബിൾ അങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ. പിന്നെ എപ്പോഴും അങ്ങനെ ഇരിക്കില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉണ്ണുന്നിടം വരെ ഒന്നും അങ്ങനെ ഇരിക്കില്ല. അവൻ ഉച്ചയ്ക്ക് ചിലപ്പം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ വരും. എന്നിട്ട് ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് ഇരുന്നിട്ട് പോവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്നിപ്പം വന്നില്ല. ഇന്ന് നേരത്തെ എണീറ്റല്ലോ, അപ്പം കുറച്ചു നേരം രാവിലെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ഇന്ന് അങ്ങനെ വന്നില്ല. എന്നിട്ട് ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയപ്പോ ഉറങ്ങുമായിരുന്നു. ഇനി വൈകുന്നേരം ചെല്ലുമ്പോൾ അവൻ എണീറ്റിരിക്കുകയായിരിക്കും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഗുസ്തി പിടിക്കും, കളിക്കും. പിന്നെ അവനെ കുളിപ്പിക്കണം. അവനെ നോർമലി കുഞ്ഞിലെ തൊട്ടേ വൈകുന്നേരം കുളിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് കുളിപ്പിക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. ഡിന്നർ റെഡിയാക്കണം. ഇന്നിപ്പോ ബീഫ് ഉണ്ട്, അപ്പൊ മിക്കവാറും ചപ്പാത്തി ആയിരിക്കും ഡിന്നർ. അങ്ങനെ. അപ്പൊ ഞാൻ എന്റെ വർക്ക് ചെയ്യട്ടെ. ഓ, ഭയങ്കര ബഹളല്ലേ. ഇപ്പൊ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട്. ഞാൻ വർക്കൊക്കെ നിർത്തി പോവാ. അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോകാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്തേ കുഞ്ഞു ചൂ, ഒരാള് വന്നിട്ടുണ്ട് വിളിച്ചോണ്ട് പോകാൻ. വിളിച്ചോണ്ട് പോകാൻ വന്നാണോ? ഉറക്കം കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇപ്പൊ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. ഇന്ന് നേരത്തെ എണീറ്റു. അപ്പൊ ഇപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാൻ എന്തായാലും സിസ്റ്റം ഒക്കെ ഓഫ് ചെയ്തിട്ട് പതുക്കെ മുകളിലോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. ഹലോ. അപ്പം തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ട് ഇനിയിപ്പോ ഒന്ന് കുറച്ച് കാപ്പി, കട്ടൻ ചായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പോവാണ്. എന്നെ വേണം. ഇവിടെ എല്ലാരും കട്ടനാണ് കുടിക്കുന്നത് വൈകുന്നേരം, വീട്ടിലെല്ലാരും. ഞാന് ഇപ്പൊ എന്നൊന്നുമില്ല, ഇന്നിപ്പോ ഒരു കാപ്പി കുടിക്കുന്നുണ്ട്, കുറച്ച് പാലൊഴിച്ച്. ഒന്നെ എന്നാ കഴിക്കുന്നേ? ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഒരു ചായ വെക്കുന്നതിന് കൂട്ട് വന്നിരുന്നാണ്. അവിടെ ഇരുന്നോണേ, ചാടല്ലേ കേട്ടോ, ചാടല്ലേ. ഓക്കെ. വെക്കുന്ന കട്ടൻ ചായ. ഒന്നെന്നാ കഴിക്കുന്നേ? ഒന്നെ കഴിക്കുന്ന എന്നാ? ഇതെന്നെ ഇത്? പ്രീതിയാണ്.
അപ്പോൾ ഞാനിവിടെ എൻ്റെ ബെഡൊന്ന് വിരിക്കാൻ വേണ്ടി വന്നതാണ്. വിരിച്ചിട്ട് അവനെ ഒന്ന് മേല് കഴിക്കണം. ഇന്ന് കുളിപ്പിക്കുന്നില്ല, ഇവിടെ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും മഴയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവനെ തല കഴിക്കുന്നില്ല ഇന്ന്. തല കഴിച്ച് ഇനി എന്തെങ്കിലും ജലദോഷമോ വല്ലതും വന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് മേല് കഴിക്കുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ മേല് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷ് ആവാൻ. അപ്പം അപ്പോഴത്തേക്ക് ബാക്കി പരിപാടിയെല്ലാം ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ നേരെ കൊണ്ട് കിടത്താലോ. അവൻ അങ്ങനെയൊന്നും കിടക്കത്തില്ല, അത് വേറെ കാര്യം. അവൻ കിടക്കുമ്പോൾ ഏകദേശം ഒരു 11-11:30 ഒക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 hour കിടന്നുകൊണ്ട് കുറച്ച് കൊഞ്ചലും കളിയുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇപ്പം സമയം ഏകദേശം 8:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവനെ മേല് കഴിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം ഒരു തല കഴിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരേണ്ട ഉറങ്ങുമ്പോൾ എന്ന് വിചാരിച്ചാണ് ഇത്രയും ലേറ്റായിട്ട് മേല് കഴിക്കുന്നത്. തലയിൽ വെള്ളം ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ കുളിപ്പിക്കും. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് തലവെച്ചാണ് കിടക്കുന്നത്. നോർമലി ഇങ്ങോട്ടാണ് തലവെച്ച് കിടക്കേണ്ടത്, പക്ഷെ അങ്ങോട്ട് തലവെച്ചാണ് കിടക്കുന്നത്. അപ്പം ഈ സൈഡിൽ അവനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു കമ്പിളി മടക്കി ഇങ്ങനെ വെക്കും. അവൻ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അതുവഴി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡിൽ പിന്നെ ഞാൻ കിടക്കുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് അവൻ്റെ തലേണയാണ്. അവൻ്റെ തലേണ അവൻ കിടക്കത്തൊന്നുമില്ല തലേണയിൽ, പക്ഷെ അവനത് തരില്ല. അവനത് അവിടെ വേണം. ഉറക്കത്തിൽ പോലും അവനത് അവിടെ വേണം. അതുകൊണ്ട് അത് അവിടെ വെക്കും. പിന്നെ ഷീറ്റൊന്നും വിരിച്ച് അങ്ങനെ കിടത്താറില്ലായിരുന്നു കുറേ നാളായിട്ട്. പക്ഷെ ഇപ്പം ഞാൻ ക്ലോത്ത് ഡയപ്പർ ആദ്യത്തെ 2 ദിവസം ഇടിച്ചപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഷീറ്റ് വിരിച്ച് കിടത്തിയതാ. ഇപ്പം പക്ഷെ ഇതിലെല്ലാം വേറൊരു ഷീറ്റുണ്ട്, സെയിം ഒരു ഷീറ്റുണ്ട്, അതിലൊരു ചോട്ടാ ഭീമുണ്ട്. അതുകൊണ്ട് ആ ഷീറ്റ് വിരിച്ചേ കിടക്കുള്ളൂ. അപ്പം അതവിടെ വെറുതെ വിരിക്കും. രാത്രിയാകുമ്പോൾ അത് പോവും നോർമലി. അപ്പം അങ്ങനെയാണ് സെറ്റപ്പ്. ഇനിയിപ്പോൾ പതുക്കെ പോയി അവനെ മേലഴിക്കണം. അപ്പുറത്ത് കിലുക്കം സിനിമ വെച്ചിട്ടുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പോയി മേലഴിക്കട്ടെ. മേലഴിച്ചിട്ട് കാണാം. ഞാനും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം. ഞാൻ ആക്ച്വലി മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കാൻ പോവാണ്. അതെന്നും ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും തല നനയ്ക്കുക മിക്കവാറും. പിന്നെ തണുപ്പൊക്കെ ആണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേ തല നനയ്ക്കുള്ളൂ. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 month ആയിട്ട് അവനവിടെ ലൈറ്റ് മാറ്റുന്നതാണ്. 1.5 month ആയിട്ട് അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. തല നനയ്ക്കല് അങ്ങനെയാണ്. അപ്പം നമ്മള് വൈകുന്നേരം പിന്നെ അത് നനയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ രാവിലെ ആയിരിക്കും തല നനയ്ക്കുന്നത്. ഞാന് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വൈറ്റ് ടൂത്ത് കോമ്പൗണ്ട് ഒന്ന് ചീകിയിട്ട് കുറച്ച് ഹെയർ സെറും ഒക്കെ ഇട്ട് ഒന്ന് കെട്ടി വെക്കും. ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത്ര നാളായിട്ട് മുടിയൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്റെ മുടിയുടെ ടെക്സ്ചറിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്റെ മുടി ഭയങ്കര എന്താ പറയാ ചെട കെട്ടുന്ന ടൈപ്പ് ഓഫ് മുടിയായിരുന്നു. ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. ടച്ച് വുഡ്, പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ എനിക്ക് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ രാത്രി മാത്രം അങ്ങനെ ക്ലിപ്പ് ഇടാറുണ്ട്. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പിട്ടതാണ്. എനിക്ക് ഈ ഫ്രണ്ടിലത്തെ പല്ലിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഫ്രണ്ടിലത്തെ 2 പല്ലിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ട ക്ലിപ്പാണ്. പിന്നെ അത് മാറ്റാൻ തോന്നിയില്ല, അതൊരു ശീലമായി. രാത്രി അങ്ങനെ ക്ലിപ്പിടും. ഇവിടെ ഒരാൾ എന്റെ ലൈറ്റിൽ പിടിച്ച് കളിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ലൈറ്റ് വ്യത്യാസം വരുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഉറങ്ങാം, ഉറങ്ങാം. ഇതൊരു ചെറിയ നൈറ്റ് സ്കിൻ കെയറും കൂടി ഉണ്ട്, അതുകൂടെ കഴിഞ്ഞു. അപ്പൊ ഇപ്പം ഞാൻ ഇപ്പൊ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് ഇടുന്നത്. ഒരു ടോണർ വാങ്ങിക്കണം. എനിക്ക് തോന്നുന്നത് ടോണർ യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടോണർ മേടിക്കണം എനിക്ക്. 25+ ഒക്കെ ആകുമ്പോൾ ഒരു ടോണറൊക്കെ യൂസ് ചെയ്യണല്ലോ. ടോണറും ഒരു സിറവും ഒക്കെ യൂസ് ചെയ്താൽ നല്ലതാണ് 25+ ഒക്കെ ആകുമ്പോൾ. അപ്പൊ ഒരു സിറം ഒന്ന് മേടിച്ച് ട്രൈ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് എനിക്ക്. ഇപ്പൊ തൽക്കാലം നമുക്കൊരു മോയ്സ്ചറൈസറിൽ ഒതുക്കാം. ലിപ് ബാം ഭയങ്കര പ്രശ്നമാണ്. അപ്പം ലിപ്പ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ലിപ് ബാം യൂസ് ചെയ്യും. ഇത് ബയോട്ടിക്കിന്റെ ആണ് കേട്ടോ, നല്ലതാ. ഞങ്ങള് നൈറ്റ് സ്യൂട്ട് ഇട്ട് സുന്ദരനാവുക കേട്ടോ. ഞങ്ങള് മിടുക്കനാവുക അല്ലേ?
ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കിടത്തി കഴിഞ്ഞാലുള്ള അവസ്ഥ. കിടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ നേരം കളിക്കും. കുറേ നേരം കളിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഉറങ്ങുന്നത്. അത് പൊന്നിന്റെ ഷീറ്റ്. ഇതാണ് പൊന്നിന്റെ എന്നാ പറയുന്നത്, അതിന്റെ പേരിന്റെ മുന്നേ ചോട്ടാബി. ചോട്ടാബിയുമുള്ള ഷീറ്റാ അത്. അത് ഞാൻ അവിടെ മടക്കി വെച്ചു. ഇന്ന് ചോട്ടാബീമിന്റെ ഷീറ്റാണോ വരിക്കണ്ടേ? ചോട്ടാബി. അതെ, ചോട്ടാബീം കണ്ടോ. ഇതാണ് ചോട്ടാബീമിന്റെ ഷീറ്റ്. ഇത് വിരിച്ചേ ഞങ്ങളിപ്പോ കിടക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിരിച്ച് കിടത്തിപ്പോയി. എന്ത് ചെയ്യാനോ. അപ്പം നമ്മൾ ഇനി കിടക്കാൻ പോവാണ്. ഇനിയിപ്പോ ഒന്നുമില്ല, ഈ കളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഉറങ്ങണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഡിന്നറിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഡിന്നർ ഞങ്ങള് ദോശയായിരുന്നു ഡിന്നർ ഉണ്ടാക്കിയത്. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയില്ല. ഒന്നാമത് വർക്കിങ്ങും കൂടെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. അപ്പം ദോശ ഉണ്ടാക്കി. ദോശയുടെ മാവ് ഉണ്ടായിരുന്നു, അപ്പൊ ദോശ ഉണ്ടാക്കി. പിന്നെ ഞാൻ ആക്ച്വലി ഡിന്നർ ഒന്നും കഴിച്ചില്ല. ഒരു മിനിറ്റ്. ഡിന്നർ കഴിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഒരു കാപ്പി കുടിച്ചു, പിന്നെ 2 ബിസ്ക്കറ്റും തിന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലേ. ഇവന് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നു. ഊരല്ലേ ഇവന് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തായിരുന്നു. ആക്ച്വലി ചോറ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവൻ കാപ്പിയൊക്കെ കുടിച്ചതും ബിസ്ക്കറ്റ് തിന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ഞാനത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. ഇതായിരുന്നു എൻ്റെ ഒരു സൺഡേ വ്ളോഗ്. വർക്കിംഗ് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതില്. അപ്പൊ നമുക്ക് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് അല്ല, ഓണത്തിന് വ്ളോഗ് എടുത്തു. പക്ഷെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റിൽ പറഞ്ഞു തരണം. അവിടെ ഒരാൾ ഉടുപ്പൂരി കളിക്കുന്നുണ്ട്. ദൈവമേ, എനിക്ക് വയ്യ. ഇനി ഞാൻ ആ ഉടുപ്പ് ഓടിച്ചിട്ടിരിക്കണം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ പറ. ഇങ്ങനെ കാണിക്ക്.